ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു വലിയ താങ്ക്സ് പറയാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞാനിടുന്ന ഷോർട്സുകൾ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ റീൽസും കുട്ടി കുട്ടി വ്ളോഗുകളും ഒക്കെയാണ്. അത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, അത് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിടുന്ന ലോങ് വീഡിയോസ് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെയാണ് തോന്നുന്നത്. കാരണം ഞാനതിൻ്റെ പല വീഡിയോസും ഇപ്പോൾ ഒരു 8-9K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൾക്കാരത് കാണുന്നതിൽ, അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ എല്ലാവരുടെ അടുത്തും ഞാൻ ഒരു നന്ദി ആദ്യം തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല, ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോയുടെ ഒരു റീക്രിയേഷനോ അല്ലെങ്കിൽ ആ സെയിം കണ്ടൻറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊരു പുതിയ വീഡിയോ എടുക്കുകയാണ്. വേറൊന്നുമല്ല, ഞാൻ ഈ തമ്പനയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. ഈ പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ, അതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാനത് യൂസ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പുതിയതായിട്ട് ആൾക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡൗട്ടിനൊക്കെ ഞാൻ അതിൽ കമൻസിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിടാം. അപ്പോൾ ഇനി പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് ഇതാ ഇവർ രണ്ടുപേരാണ്, റോസ് വാട്ടറും ഗ്ലിസറിനും. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. പക്ഷെ മെയിൻലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെതൊരു ഡ്രൈ സ്കിന്നാണ്, നല്ല ജലദോഷമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്കടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെത് ഒരു ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീമായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പല ബോഡി ലോഷൻസും പല മോയ്സ്ചറൈസറും പല ബ്രാൻഡുകളുടെ ഒക്കെ ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബോഡിയിലാണ് മെയിനായിട്ട് ഡ്രൈ സ്കിന്നായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് മറ്റേ സ്കൂൾ ലെവൽ മുതൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡ്രൈ സ്കിന്നാണ്. കാരണം നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു ടൈമാണല്ലോ. അപ്പം ഇത് ഈ കാലൊക്കെ ഈ ഒരു പരുവായിട്ട് ഇരുന്ന ഒരു സാഹചര്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എൻ്റെ കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ബോഡി ലോഷൻസ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങി എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. കാരണം ഇപ്പം എനിക്കിങ്ങനെ ഒരു കണ്ടീഷൻ പോലും ഇല്ല. അത്രമാത്രം ഇത് കൺട്രോൾഡാക്കി. ആദ്യമൊക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പം എത്ര വർഷമായി, ഒരു 6-7 വർഷത്തിന് മുകളിലായി. ഇപ്പം എൻ്റെ സ്കിൻ ഒരു നോർമൽ സ്കിന്ന് പോലെ ആയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. പക്ഷേ ഡ്രൈ സ്കിന്നെന്ന് എടുത്ത് പറയാനുള്ള കാരണം ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നിൽ ഉപയോഗിച്ച് വർക്കായതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ഇനി ഇത് മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലിസറിൻ 1 സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ റോസ് വാട്ടർ 3 സ്പൂൺ എടുത്ത് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ 1 സ്പൂൺ ഗ്ലിസറിന് 3 സ്പൂൺ റോസ് വാട്ടർ, അതായത് ഗ്ലിസറിൻ എത്ര എടുക്കുന്നോ അതിൻ്റെ 3 മടങ്ങ് എടുത്ത് വേണം റോസ് വാട്ടർ എടുത്ത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇനി ആദ്യത്തെ ഡൗട്ട്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു, എത്രത്തോളം എമൗണ്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം, കേടാകാതെ എത്രത്തോളം നാളിരിക്കും, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എത്ര എമൗണ്ട് വെള്ളം മിക്സ് ചെയ്യാം. ഞാൻ ഏകദേശം മിക്സ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു 2 മാസത്തോളം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റേഷ്യോയിൽ വേണം പക്ഷേ എടുക്കാൻ. ഗ്ലിസറിൻ എടുക്കുന്നതിൻ്റെ 3 മടങ്ങ് നിങ്ങൾ റോസ് വാട്ടർ തീർച്ചയായിട്ടും എടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾക്കൊരു വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു വലിയ ബോട്ടിലാക്കി വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എത്ര നാൾ വേണമെങ്കിലും അത് കേടാകാതെ ഇരുന്നോളും. ഞാനൊരു 2 മാസത്തെ, ഞാൻ പറഞ്ഞ പോലെ ഒരു 2 മാസത്തേക്കൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് അങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും കേടൊന്നും ആയി പോവില്ല. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. സോ അത് എത്ര നാൾ വേണമെങ്കിലും മിക്സ് ചെയ്ത് വെക്കാം. ഇതായിരുന്നു പലരുടെയും ഒന്നാമത്തെ ഡൗട്ട്. പിന്നീടുണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറയുന്നത്,
ഗ്ലിസറിൻ ഏത് ടൈപ്പ് എടുക്കണം, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചു. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഗ്ലിസറിൻ എടുക്കണോ അങ്ങനെയൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. ഞാൻ നോർമലി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, ഒരു ഗ്ലിസറിൻ വാങ്ങിക്കുന്നു. അത് ഏത് ടൈപ്പാണെന്നോ നോക്കുന്നില്ല, ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ്. സോ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണെങ്കിലും അല്ലെങ്കിലും അത് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് പേഴ്സണലി അറിയില്ല, ഞാൻ പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതിനെയാണ് ഈ വെജിറ്റേറിയൻ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഒരു ഓയിൽ, മറ്റേ ആനിമൽ ഫാറ്റ് അങ്ങനെയൊക്കെ റിലേറ്റഡ് വരുന്നുണ്ട്. സോ ഇങ്ങനെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിലിൽ വീഗൻ അല്ലെ വെജിറ്റേറിയൻ ഗ്ലിസറിൻ അങ്ങനത്തെ കുറേ ലേബൽ കാണും. ഇനി അങ്ങനത്തെ ലേബൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ അങ്ങനെ നോക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടൊരു ഗ്ലിസറിൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലിസറിൻ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. സോ ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. അതിൻ്റെ റേറ്റ് ഇപ്പോൾ ഏകദേശം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു 35 രൂപയിലെന്തോ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 70 രൂപയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു മറ്റൊരു ഡൗട്ട്, വെജിറ്റേറിയൻ ആയിട്ടുള്ളത് എടുക്കണോ, എങ്ങനെയാണ് ഗ്ലിസറിൻ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതായിരുന്നു മറ്റൊരു ഡൗട്ട്. പിന്നീട് ഉണ്ടായിരുന്നൊരു ഡൗട്ടാണ് റോസ് വാട്ടറിനെ പറ്റിയിട്ട്. റോസ് വാട്ടറും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് റോസ് വാട്ടർ അവൈലബിൾ ആണ്. ഈ റോസ് വാട്ടർ എന്താണ്, റോസ് വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്താണ്, റോസ് വാട്ടറിന് നല്ല റോസ് വാട്ടർ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം പ്യുവറായിട്ടുള്ള റോസ് വാട്ടറിൻ്റെ ലേബലിൽ എപ്പോഴും ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് റോസ് വാട്ടർ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ നോക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലിസറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം നമ്മളൊരു പ്രൊഡക്റ്റിനോട് മിക്സ് ചെയ്താണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ അല്ലെങ്കിൽ പ്യുവർ റോസ് വാട്ടർ എന്നുള്ള ലേബൽ ഉള്ളത് മാത്രം സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ നമ്മുടെ ഡാബറിൻ്റെയും ബെഞ്ചാറാസിൻ്റെയും ഒക്കെ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഇതൊന്നും പ്യുവറായിട്ടുള്ളതല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഗ്ലിസറിനൂടെ മിക്സ് ചെയ്യാനോ എന്തെങ്കിലും DIYs ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റോസ് വാട്ടർ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം റോസ് വാട്ടർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതാണ് കുറച്ച് പേരുടെ മറ്റൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. സോ ഏത് ഗ്ലിസറിൻ വേണമെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗ്ലിസറിനും റോസ് വാട്ടറും വാങ്ങിക്കുക. രണ്ടിനും കൂടി ഇപ്പോൾ ഒരു ഏകദേശം റേറ്റ് പറഞ്ഞാൽ 150 ബിലോ മാത്രമേ വരുള്ളൂ. മിക്സ് എടുക്കുക. എന്നിട്ട് ഗ്ലിസറിൻ എടുക്കുന്നതിൻ്റെ 3 മടങ്ങ് റോസ് വാട്ടർ കൂടി എടുത്ത് ഒരു ബോട്ടിലിൽ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. റൂമിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതെപ്പോഴും അപ്ലൈ ചെയ്യണം എന്നുള്ളതായിരുന്നു മറ്റൊരു ഡൗട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബോഡി ഫുള്ള് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ, നമ്മുടെ ഡ്രസ്സൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ ഒരു ഈർപ്പത്തോട് നമ്മുടെ സ്കിന്നിരിക്കുന്ന സമയത്ത് തന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. സോ അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയാം. അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ മാത്രമല്ല കേട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കാലും കൈയും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. ഇനി ഇത് കുളിച്ച് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാമോ, കുളിക്കുന്നതിന് മുന്നേ ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഈ ഒരു മറുപടിയിലൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ സ്കിൻ ക്ലീൻ ആക്കിയിട്ട് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇതായിരുന്നു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ്ലി നമുക്ക് ടാനൊന്നും റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിനെ രണ്ടിൻ്റെയും ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിനും ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇത് രണ്ട് മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന എഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഗ്ലിസറിനെ പറ്റി റോസ് വാട്ടറിനെ പറ്റിയൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പോയി നോക്കാം. അപ്പോൾ ഇത് രണ്ട് മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരിക്കലും ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സോ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളിതാരും യൂസ് ചെയ്യേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ, സ്മൂത്ത് ആക്കാൻ, ഇറിറ്റേഷനിൽ നിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും നമ്മുടെ ഡ്രൈ സ്കിന്നിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് മാറ്റി നല്ല നോർമലാക്കി എടുക്കാനും ഒക്കെയാണ് ഈ രണ്ട് പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ നിൽക്കേണ്ട കേട്ടോ ആരും. പിന്നീട് ചോദിച്ചത് ഗ്ലോ കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗ്ലോ കിട്ടും. പക്ഷേ പല പ്രൊഡക്റ്റും യൂസ് ചെയ്ത് സ്കിൻ ബ്രൈറ്റൻ ആക്കി എടുക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയണേ, വെളുപ്പിച്ചെടുക്കുക അങ്ങനെയല്ല പറയണേ. നമ്മുടെ സ്കിന്ന് ഒന്ന് ഹെൽത്തി ആക്കി എടുക്കും. നല്ല സോഫ്റ്റ് പ്ലംപി ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറിറ്റേഷനൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും. അങ്ങനെ ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ്റെ അളവ് കുറച്ചിട്ട് റോസ് വാട്ടർ കുറച്ച് കൂട്ടിയെടുത്താൽ മതിയായിരിക്കും. പിന്നെ അലർജി ഉള്ളവർ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. എനിക്ക് എന്നെപ്പോലുള്ള സ്കിന്നുകാർക്കൊന്നും ഡ്രൈ സ്കിന്നിനൊന്നും വലിയ പ്രശ്നം വരില്ല എന്നാണ് എനിക്ക് തോന്നണേ. കാരണം എനിക്ക് ഇത് ഇട്ടിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യണോ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ഇത് ഉപയോഗിക്കാത്ത മോയ്സ്ചറൈസറോ ബോഡി ലോഷനോ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധമായിട്ടും ഈ റോസ് വാട്ടറും ഗ്ലിസറിനും ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും ഈ ലോഷൻ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എത്രയോ നാളുകൾ ഞാൻ ഈ 2 പ്രോഡക്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ. ഒരു ബോഡി ലോഷനും ഇല്ലാതെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ പറ്റും. കാരണം അത്രമാത്രം എൻ്റെ സ്കിൻ നല്ല നോർമലാക്കി വെക്കാൻ ഈ റോസ് വാട്ടർ ഗ്ലിസറിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നത് ഒരു മസ്റ്റ് കാര്യമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പവും വരില്ല. കുറച്ചുകൂടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി ഇരിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് മറ്റ് സ്കിന്നുകാർ, നോർമൽ സ്കിന്നോ ഓയിലി സ്കിന്നോ കോമ്പിനേഷൻ സ്കിന്നുകാരായിട്ടുള്ളവർ ഗ്ലിസറിൻ്റെ അളവ് കുറച്ചിട്ട് റോസ് വാട്ടർ കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ച് സ്റ്റിക്കി ഫീലൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് വരും. സോ അതൊന്ന് മാനേജ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാ സ്കിന്നിനും പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. അത്രമാത്രം എത്ര വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിച്ച ഡൗട്ടുകൾക്കുള്ള ആൻസർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും ഡൗട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.